മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/10/1986 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകയിരമാണ് നക്ഷത്രം. മകയിരം 2-ാം പാദം. മീനലഗ്നം. ലഗ്നത്തിൽ രാഹു. 2 ശൂന്യം. 3-ൽ ചന്ദ്രൻ. 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ കേതു. 8-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. 9-ൽ ശനി. 10-ൽ ഗുളികൻ. 11-ൽ കുജൻ. 12-ൽ വ്യാഴം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി, വിവാഹം ഈ 2 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. ഇതിൽ ലഗ്നത്തിൽ രാഹു ഉള്ള ഗ്രഹനിലയാണ്. ലഗ്നാധിപൻ 12-ലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ചും വ്യാഴം. അത് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിലുമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ അവിടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ കാര്യങ്ങളെ സ്ലോ ആക്കും. ഇന്ന് കിട്ടേണ്ടതിനെ നാളെ എന്ന് പറയുന്നൊരു ക്രമത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ വരുത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ലഗ്നാധിപൻ ഏത് ഗ്രഹനിലയിലാണെങ്കിലും 12-ൽ നിന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നേടിയെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലഗ്നാൽ 7-ൽ കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാമത്തെ ദൃഷ്ടിയിൽ. 7-ാം ഭാവാധിപൻ 8-ൽ നീചനായ സൂര്യനോടൊത്ത് വിവാഹകാരകൻ ശുക്രനോടൊത്ത്. അതിൽ തന്നെ ശുക്രൻ, സൂര്യൻ ശത്രുക്കളാണ്. സൂര്യൻ നീചനുമാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയോടെയും മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം വ്യക്തികൾ പോകാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിനോട് ചേർക്കാൻ പറ്റുന്ന ഗ്രഹനിലയല്ല ചേർക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുടെ ശതമാനം 100% തന്നെയാണ്. 7-ൽ കേതു, 7-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി, അത് തന്നെ ധാരാളമാണ്. ചേർക്കേണ്ട ഗ്രഹനില തന്നെ ചേർക്കാവൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഉപരി 7-ാം ഭാവാധിപൻ നീചനായ ശക്തനായ സൂര്യനോടൊത്ത് വിവാഹകാരക ഗ്രഹം ശുക്രനോടൊത്ത് നിൽക്കുന്നു. ബുധൻ, ശുക്രൻ പൊതുവെ വളരെ നല്ല ബന്ധമാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ സൂര്യൻ വിവാഹകാരക ഗ്രഹത്തിൻ്റെ ശുക്രൻ്റെ ശത്രുവാണ്. അതിനോടൊത്താണ് 7-ാം ഭാവാധിപൻ നിൽക്കുന്നത്. സോ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ വിവാഹ സംബന്ധമായിട്ട് ഈ ഗ്രഹനിലയിൽ ഉണ്ട്. കലഹ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നു. ലഗ്നാൽ 10-ൽ ഗുളികൻ, 10-ാം ഭാവാധിപൻ 12-ൽ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലഗ്നാധിപൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉയർച്ച എന്ന് പറയുന്നത് ഒരല്പം പതുക്കെയായിരിക്കും. പ്രത്യേകിച്ചും ഭാഗ്യകാരക ഗ്രഹം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപൻ. ഉപരി ലഗ്നാൽ 10-ൽ ഗുളികൻ, ശനി പുത്രനായ ഗുളികൻ നിൽക്കുക വഴി പ്രസ്തുത ഗുളികൻ ശനിയിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. 11-ലേക്കും നിൽക്കുന്ന കുജനിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10-ൽ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഒബ്സ്റ്റക്കിൾസ്, ഡിലേ, താമസം, ഇറിറ്റേഷൻസ്, അല്ലെങ്കിൽ കിട്ടിയ ജോലി കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ, അഥവാ ജോലി കിട്ടിയാൽ തന്നെ ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, മനസ്സിനിണങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. അതുമല്ല എങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥ. അത് സ്വന്തം കാരണങ്ങൾ കൊണ്ടാവാം, മറ്റ് കാരണങ്ങൾ കൊണ്ടാവാം, ജോലിയിടത്തെ കാരണങ്ങൾ കൊണ്ടാവാം, എന്തുമാവാം. ഇതെല്ലാം തന്നെ 10-ൽ ഗുളികൻ വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. 10-ലെ ഗുളികനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കൃത്യമായിട്ട് ഗുളികന് പരിഹാരമെടുത്ത് പോകേണ്ടുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് ഗുളികൻ ഈ ഗ്രഹനിലയിൽ നിൽക്കുന്നത്. 10-ലെ ഗുളികനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 11-ൽ ലാഭസ്ഥാനത്ത് കുജൻ ഉച്ചനായിട്ട് നിൽക്കുന്നു, നല്ലതാണ്. 11-ലേക്ക് വരുന്ന ഗുളികൻ്റെ ദൃഷ്ടിയും നല്ലതാണ്. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടി കുജൻ അല്ലെങ്കിൽ 11-ൽ നിൽക്കുന്ന ഗ്രഹത്തിലേക്ക് വന്നാൽ ആ ഗ്രഹത്തെ അത് ബാധിക്കും. 11-ലേക്ക് വരുന്ന ദൃഷ്ടി കൊണ്ട് 11-ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഗുളികൻ ഗുണം ചെയ്യുമ്പോൾ 11-ൽ നിൽക്കുന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ട ആ ഗ്രഹത്തിൻ്റെ ഗുണഫലത്തെ കുറയ്ക്കും എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹു നിൽക്കുന്ന രാശിയിൽ നിന്ന് 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യാറ്. അതുപ്രകാരം പ്രത്യേകിച്ചും വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി, വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശനി, നവാംശത്തിൽ ശനി നിൽക്കുന്നത് സൂര്യനോടൊത്തുമാണ്. അപ്പോൾ വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെ പ്രത്യേകം കരുതണം. ആൾറെഡി അവിടെ ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി ഉണ്ട്.
അവിടേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും വരുമ്പോൾ ശനി ശക്തമായ ആക്രമണം നടത്തും. ഇടത്തു നിന്നും ഗുളികനും വലത്തു നിന്നും രാഹുവിൻ്റെ ആക്രമണം ശനി നേരിടേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് ശനിയുടെ കട്ടി സ്വഭാവം കൂടുകയും ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾക്ക് തർക്കം, തടസ്സം, കാലതാമസം, ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വ്യക്തിബന്ധത്തിൽ ബാധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ വാക്ക് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. കാരണം പിതൃകാരകഗ്രഹം എന്ന് പറയുന്നത് സൂര്യൻ നീചനാണ്. ഈ 2-3 കാരണങ്ങൾ കൊണ്ട് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനിയെ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. ശ്രദ്ധിക്കാത്ത പക്ഷം അത് വളരെ മോശമായിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 1, 2, 3, 4, 5, 6, 7 മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ. ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനിയുടെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടിയുണ്ട്. മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ. ശനിയുടെ ദൃഷ്ടി വരുന്നത് നല്ലതല്ല. മനസ്സിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, മനസ്സെപ്പോഴും കാരണമില്ലാതെയോ കാരണം ഉണ്ടായിക്കൊണ്ടോ കലുഷിതമായിട്ടിരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ലഗ്നാൽ 5ാം ഭാവാധിപൻ കൂടാണ് ചന്ദ്രൻ. അപ്പോൾ 5ാം ഭാവാധിപത്യം വഹിച്ച് 3ൽ ഉച്ചനായി നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ശനിയുടെ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി ദൃഷ്ടി ചെയ്യുന്നുവെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ലഗ്നത്തിലൊക്കെ രാഹു നിൽക്കുന്നു, ലഗ്നാധിപൻ വ്യാഴം 12ൽ നിൽക്കുന്നു. നിർബന്ധമായും പരിഹാരങ്ങളെടുത്ത് നേരത്തെ കൂട്ടി തന്നെ പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരക്കാർക്ക് സാധിക്കാറുണ്ട്. ചെയ്യേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചിട്ടമട്ട പ്രകാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡിലേ എന്ന് പറയുന്ന അവസ്ഥ ഒരു 60-65% അല്ലെങ്കിൽ മാക്സിമം 70% വരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റും. ബാക്കി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ ഗ്രഹനിലയുടെ അവകാശം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ ഈ പൊസിഷനിൽ ഈ രീതിയിൽ നിൽക്കുന്നത്. 100% പരിഹാരം ചെയ്ത് മാറ്റാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. 65-70% മാക്സിമം കൃത്യമായിട്ട് ചിട്ടവട്ട പ്രകാരം പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ നേട്ടം തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും ലഗ്നം വ്യാഴമായതുകൊണ്ടും പരിഹാരം കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പവുമാണ്. 10ലെ ഗുളികനും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുക വഴി നെഗറ്റീവായിട്ടുള്ള അവസ്ഥയെ ഒരു പരിധിയിൽ കൂടുതൽ ഗുണകരമാക്കി പോസിറ്റീവാക്കി മാറ്റാനും സാധിക്കും എന്നും തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ മകയിരമാണ് നക്ഷത്രം. കുജദശയിൽ അഥവാ ചൊവ്വദശയിൽ ജനിച്ചു. ജന്മശിഷ്ടം 91 വരെ ജന്മശിഷ്ടമായിട്ട് ചൊവ്വാദശ കിട്ടി. അതിനുശേഷം രാഹു 18 കൊല്ലം, ശേഷം ഗുരു 2025 വരെ, അതിനുശേഷം ശനി 2044 വരെ, ശേഷം ബുധൻ 2061 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നതിൽ തന്നെ ശനിയിൽ ശനിയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഗ്രഹനില പ്രകാരം. ശനി ദശയിൽ ശനിയുടെ അപഹാരം, സ്വാപഹാരം എന്ന് പറയും. 26/11/2025 തൊട്ട് 29/11/2028 വരെയുള്ള ശനിയിൽ ശനി 9ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന, രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന, ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് വാടി നിൽക്കുന്ന ശനി വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയം. എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രവൃത്തികൾ, ഇടപെടുന്ന ആളുകൾ എല്ലാം തന്നെ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ചും ശനി മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടുള്ള ചന്ദ്രനിലേക്ക്, പ്രത്യേകിച്ചും 5ാം ഭാവാധിപത്യം വഹിച്ച് 3ൽ നിൽക്കുന്ന ചന്ദ്രനിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. മനസ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടിയ സമയമാണ് എന്നും തിരിച്ചറിയുക. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അതെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ നെഗറ്റീവ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.